ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാൻ ചോറിനും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റിയൊരു സിമ്പിൾ ഒഴിച്ചുകറി ഉണ്ടാക്കേ. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കിലോ സവാളയുണ്ടേ. അത് ഈ സവാള 2ആയിട്ടും 4ആയിട്ടും എന്ത് വേണമെങ്കിലും അരിയാൻ, എങ്ങനെ വേണമെങ്കിലും കാര്യം ഇത് വേവിച്ചെടുക്കാനുള്ളതല്ലേ. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 സവാളയല്ല തക്കാളി, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 8-10 വെളുത്തുള്ളി അല്ലേ, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു തണ്ട് കറിവേപ്പില, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിനോട് ചെറിയ ഗ്ലാസ്സിനെ ഇട്ടിട്ട് ഇനി ഇത് നമുക്കൊന്ന് പ്രഷർ ചെയ്യാം. ഒരൊറ്റ വിസിലേ. ക്യാമറ സ്റ്റൗ ഓണാക്കേ. ഇത് വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഇത് ഒരു വിസിൽ വരട്ടെ. ഒരു വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ സവാളയുടെ ഒരു വിസിൽ വന്ന് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതിൻ്റെ ഉള്ളിലെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കേ. നമ്മുടെ സവാളയും തക്കാളിയും നോക്കേ. ഓക്കെ, അല്ല ഇത് ഇനി ഒന്ന് തണുത്ത് കിട്ടണേ. ഒന്ന് തണുക്കട്ടെ. നോക്കിയേ, നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ല തണുത്തേ. ഇനി ഇതൊരു 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് വെളിയിലോട്ട് ചാടും. 2ആയിട്ട് അടിച്ചെടുക്കേ. ഇനി നോക്കിയേ, മിക്സിയുടെ ജാറിലോട്ട് ഇതിനകത്ത് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് എടുക്കേ. നമ്മുടെ സവാളയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട കൂട്ടില്ലേ, നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ ഓണാക്കാം. ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടാവട്ടെ. ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അതെ, എണ്ണ ചൂടാവട്ടെ. നമ്മുടെ ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുകൊന്ന് പൊട്ടിക്കിട്ടട്ടെ. ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തേ. നല്ല ജീരകം. ഇനി ഇതിലോട്ട് ഒരു ഇടത്തരം സവാള അരിഞ്ഞതേ, അത് ഇട്ട് കൊടുത്തു. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത്. ഇതിലോട്ട് ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, അതും ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഭയങ്കര ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണേ. അങ്ങനെ മതി. സവാള 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതെ. ഇനി ഇതിനകത്ത് ഞാൻ തീ സിമ്മിലിട്ട് ഇതിലോട്ട് നമ്മുടെ സവാളയുടെ കണക്കനുസരിച്ച് ഞാൻ 1/2 കിലോ സവാളയ്ക്കാണ് എടുത്തേക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, വറുത്ത് പൊടിച്ച പൊടിയാണേ. ഒരു 1.5 ടീസ്പൂൺ പിരിയം മുളക് പൊടിയാണ്. പിന്നെ എരി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നല്ല മറ്റേ മുളകായാലും പൊടിയായാലും കുഴപ്പമില്ല. ഇത് പിരിയം മുളക് പൊടിയാണ്, അതുകൊണ്ട് പച്ചമുളക് ഞാൻ 4 ഇട്ടേക്കുന്നത്.
ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത് നല്ല മിക്സ് ചെയ്യേ. ഇനി അധികം ഇത് വറുക്കേണ്ട കാര്യം, വറുത്ത പൊടികളായതുകൊണ്ടേ ഇതിനകത്തോട്ട് ഈ അരച്ച് വെച്ച് കൂട്ട് ഒഴിച്ച് കൊടുക്കാം. സവാളക്കൂട്ട് എന്നിട്ട് നമ്മളെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം അത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഈ പാത്രവും കൂടെ ഒന്ന് കഴുകിക്കാം. നല്ല ഇനി നമുക്ക് തീ മാക്സിമം വെച്ച് കൊടുക്കേ. നല്ല തീ കിടക്കട്ടെ. ഇനി ഇതൊന്ന് തിളച്ച് കിട്ടട്ടെ. കുറച്ചും കൂടി വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കാര്യം ഭയങ്കര കട്ടിയാവും തിളച്ച് വരുമ്പോഴത്തേക്ക്. നമുക്ക് ഇത് ചോറിനകത്തൊക്കെ ഇങ്ങനെ ഒഴിച്ച്, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചോറിലും ഇഡലിയുടെ പുറത്തൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്നില്ലേ. തിളക്കട്ടെ. എന്നിട്ട് ഉപ്പ് നോക്കാം. നമ്മൾ ഉള്ളിക്കറി നോക്കേ. ഞാനിതൊന്ന് കവർ ചെയ്ത് കൊടുത്തിരുന്നേ. നല്ല മണം. ഇനി ഇതിലോട്ട് കുറച്ച് കായ, 1 ടീസ്പൂണോളം കായ ഇട്ട് കൊടുക്കേ. കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് മതി. 1 ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി. ആണ്ടേ തിളച്ച ഉടനെയാണ് ഞാൻ എടുത്തത്. ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ. ഇന്നൊരു നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഇപ്പം ഇതിനകത്ത് ഞാനിപ്പം പുളി ഒഴിച്ചു കൊടുക്കുന്നില്ല. കാര്യം ചപ്പാത്തിക്കായാലും ഇഡലിക്കും ദോശയ്ക്കും ഒന്നും പുളി മിക്കവാറും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അധികം പുളി വേണ്ടല്ലോ. അല്ലെങ്കിൽ ഞാനിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തെ ചോറിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ ശകലം പുളി പിഴിഞ്ഞ് വെച്ച് കൊടുക്കും. നമ്മൾ രാവിലത്തെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട്. ഇതെല്ലാം കറക്റ്റേ. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. ഇത് നല്ല തിളക്കട്ടെ. 1-2 മിനിറ്റ് കൂടെ കിടന്ന് തിളക്കട്ടെ. നമ്മുടെ കറി നോക്കേ. ഇപ്പോൾ 2 മിനിറ്റിനായിട്ട് തിളപ്പിച്ച് നല്ല തീയിലേ, ഫുൾ തീയിലിട്ടേക്ക്. ഇനി ഇതിനകത്ത് കുറച്ച് ഫ്രഷ് മല്ലിയില, നമ്മുടെ സ്റ്റൗ ഓഫാക്കേ. എന്താ ഒരു മണം ഓക്കെ. നല്ല കുറുകിയ ഉള്ളിക്കറി, ഉള്ളി തക്കാളി എന്ത് പേര് വേണമെങ്കിലും ഇടാം. നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് പകർന്നു നോക്കാം. കണ്ടില്ലേ നമ്മളുടെ ഉള്ളി ഒഴിച്ച് കറി. ഓക്കെ, ഇത് മണം നല്ല ടേസ്റ്റാണ്, വിശ്വസിക്കാൻ പറ്റില്ല. സാമ്പാറൊന്നും ഇതിൻ്റെ മുമ്പിൽ ഒന്നുമില്ല കണ്ടേ. ഓക്കെ ഓക്കെ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. ചോറിനും ചപ്പാത്തിക്കും ഇഡലിക്കും ദോശയ്ക്കും എല്ലാത്തിനും പറ്റേ. അപ്പം ഞാൻ ഇത് വെക്കാൻ നേരത്തെ ഞാൻ ഇഡലി ഉണ്ടാക്കിയിരുന്നു കേട്ടാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിനകത്ത് കുറച്ച് ഒഴിച്ച്. എൻ്റെ അമ്മോ, നല്ല ടേസ്റ്റോടു കൂടിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ്. ദോശയ്ക്കും നല്ലതാണ്, ഇഡലിക്കും നല്ലതാണ്, ചോറിനും നല്ലതാണ്. ചോറിന് ഞാൻ പറയുന്ന കണക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക.
ചോറിന് വേണ്ടി. പിന്നെ ഇഡ്ഡലിക്കൊക്കെ പുളി ആഗ്രഹമുള്ളവരാണെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളി. അമ്മയ്ക്ക് ചമ്മന്തി അരച്ചാൽ പോലും അമ്മ അതിനകത്ത് തൈര്, പുളിയുള്ള തൈര് ഒഴിച്ച് കഴിക്കും. അമ്മയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് പുളി ഇച്ചിരി ഒഴിക്കാം. ഇവിടെ ആർക്കും പുളി അധികം വേണ്ട, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നില്ല. ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ശകലം ഒഴിക്കേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.